ഒരു ചെറിയ ഗ്രാമത്തിലെ സ്കൂളിൽ പിന്നാമ്പുറത്തുള്ള പഴയ മരം ബെഞ്ച് ഒരാളുടെ സ്ഥിരം സ്ഥലമായിരുന്നു. അവളുടെ പേര് അദിതി. അവൾ വളരെ ശാന്തയായ പെൺകുട്ടിയായിരുന്നു. ക്ലാസ്സിൽ അധികം സംസാരിക്കാറില്ല. പക്ഷെ ആ ബെഞ്ചിലിരുന്നാൽ അവളുടെ ലോകം പൂർണ്ണമായിരുന്നു. അവിടെ അവൾ ദിവസവും എന്തോ എഴുതും. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ നിശബ്ദമായി ആകാശത്തേക്ക് നോക്കും. ഒരു ദിവസം പുതിയൊരു വിദ്യാർത്ഥി സ്കൂളിലെത്തി. അവന്റെ പേര് രാഹുൽ. അവൻ കുറച്ച് കളിക്കാരനും സംസാരപ്രിയനുമായിരുന്നു. ആദ്യ ദിവസം തന്നെ അവൻ ആ പഴയ ബെഞ്ചിലിരുന്ന അതിഥിയെ ശ്രദ്ധിച്ചു. "നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തിനാണ്?" അവൻ ചോദിച്ചു. അതിഥി മിണ്ടാതെ ഒരു നോട്ട്ബുക്കിലേക്ക് നോക്കി. "ഇത് എന്റെ സ്ഥലമാണ്." രാഹുൽ ചിരിച്ചു. "പക്ഷേ സ്കൂൾ എല്ലാവർക്കുമല്ലേ?" അവൾ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസങ്ങളിൽ രാഹുൽ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആദ്യം അവൾ അവനെ അവഗണിച്ചു. പക്ഷേ പതിയെ അവന്റെ സംസാരങ്ങൾ അവളുടെ മൗനം പൊളിച്ചു. "നിനക്കെന്താണിഷ്ടം?" അവൻ ചോദിച്ചു. അതിഥി കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. "എഴുത്." "എന്തെഴുതും?" അവൾ നോട്ട്ബുക്ക് തുറന്നു കാണിച്ചു. "ചെറിയ കഥകൾ, ഒരാളെക്കുറിച്ച്." "ആർക്കുവേണ്ടി?" അവൾ മൃദുവായി പറഞ്ഞു. "അറിയില്ല." കാലം കടന്നു. അവർ ഓരോ ദിവസവും ആ ബെഞ്ചിലിരിക്കും. രാഹുൽ അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കും. അവൾ ധീരെ ധീരെ തുറന്നുവരും. അവരുടെ സൗഹൃദം ഒരുപാട് അടുത്തായി. ഒരു ദിവസം രാഹുൽ പറഞ്ഞു, "നാളെ ഞാൻ ഇവിടെ നിന്നു പോകും." അതിഥിയുടെ കയ്യിൽ പേന നിശ്ചലമായി. "നീ തിരിച്ചു വരുമോ?" അവൻ ചിരിച്ചു. "നീ ഇവിടെ എഴുതുന്നത് ഞാൻ വായിക്കാനായി വരും." അവൻ പോയി. ദിവസങ്ങൾ കടന്നു. സ്കൂൾ അതേപോലെ, ബെഞ്ച് അതേപോലെ. പക്ഷെ അവനില്ല. അതിഥി ഇപ്പോഴും എഴുതും. പക്ഷെ ഇപ്പോൾ ഓരോ പേജും ഒറ്റ വാക്കോടെ അവസാനിക്കും. കാത്തിരിക്കുന്നു. വർഷങ്ങൾ കടഞ്ഞു. ഒരു ദിവസം സ്കൂൾ പിന്നാമ്പുറത്ത് ഒരാൾ നിൽക്കുന്നു. അതിഥി തല ഉയർത്തി നോക്കി. "രാഹുൽ, നീ ഇപ്പോഴും ഇവിടെ എഴുതുന്നുണ്ടോ?" അവൻ ചോദിച്ചു. അവൾ നിശബ്ദമായി ഒരു പേജ് തുറന്നു കാണിച്ചു. അതിലെഴുതിയിരുന്നത്, "നീ തിരിച്ചു വരുമോ എന്ന് ഞാൻ ഇപ്പോഴും അറിയാമായിരുന്നു." രാഹുൽ ചിരിച്ചു. "അപ്പോൾ നിന്റെ കഥ ഞാൻ പൂർത്തിയാക്കാം." ആ ദിവസം സ്കൂളിന്റെ പഴയ ബെഞ്ച് വീണ്ടും സാക്ഷിയായി. ഒരു മൗനത്തിൽ ആരംഭിച്ച പ്രണയം വാക്കുകളായി പൂർത്തിയായി. ഒരു ചെറിയ ഗ്രാമത്തിലെ സ്കൂളിൽ പിന്നാമ്പുറത്തുള്ള പഴയ മരം ബെഞ്ച് ഒരാളുടെ സ്ഥിരം സ്ഥലമായിരുന്നു. അവളുടെ പേര് അതിഥി. അവൾ വളരെ ശാന്തയായ പെൺകുട്ടിയായിരുന്നു. ക്ലാസ്സിലധികം സംസാരിക്കാറില്ല. പക്ഷെ ആ ബെഞ്ചിലിരുന്നാൽ അവളുടെ ലോകം പൂർണ്ണമായിരുന്നു. അവിടെ അവൾ ദിവസവും എന്തോ എഴുതും. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ നിശബ്ദമായി ആകാശത്തേക്ക് നോക്കും. ഒരു ദിവസം പുതിയ ഒരു വിദ്യാർത്ഥി സ്കൂളിലെത്തി. അവന്റെ പേര് രാഹുൽ. അവൻ കുറച്ച് കളിക്കാരനും സംസാരപ്രിയനുമായിരുന്നു. ആദ്യ ദിവസം തന്നെ അവൻ ആ പഴയ ബെഞ്ചിലിരുന്ന് അതിഥിയെ ശ്രദ്ധിച്ചു. "നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തിനാണ്?" അവൻ ചോദിച്ചു. അതിഥി മിണ്ടാതെ ഒരു നോട്ട്ബുക്കിലേക്ക് നോക്കി. "ഇതെന്റെ സ്ഥലമാണ്." രാഹുൽ ചിരിച്ചു. "പക്ഷേ സ്കൂൾ എല്ലാവർക്കുമല്ലേ?" അവൾ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസങ്ങളിൽ രാഹുൽ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആദ്യം അവൾ അവനെ അവഗണിച്ചു. പക്ഷെ പതിയെ അവന്റെ സംസാരങ്ങൾ അവളുടെ മൗനം പൊളിച്ചു. "നിനക്കെന്താണിഷ്ടം?" അവൻ ചോദിച്ചു. അതിഥി കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. "എഴുത്ത്." "എന്തെഴുതും?" അവൾ നോട്ട്ബുക്ക് തുറന്നു കാണിച്ചു. "ചെറിയ കഥകൾ, ഒരാളെക്കുറിച്ച്." "ആർക്കുവേണ്ടി?" അവൾ മൃദുവായി പറഞ്ഞു. "അറിയില്ല." കാലം കടന്നു. അവരോരോ ദിവസവും ആ ബെഞ്ചിലിരിക്കും. രാഹുൽ അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കും. അവൾ ധീരെ ധീരെ തുറന്നുവരും. അവരുടെ സൗഹൃദം ഒരുപാട് അടുത്തായി. ഒരു ദിവസം രാഹുൽ പറഞ്ഞു, "നാളെ ഞാൻ ഇവിടെ നിന്നു പോകും." അതിഥിയുടെ കയ്യിൽ പേന നിശ്ചലമായി. "നീ തിരിച്ചു വരുമോ?" അവൻ ചിരിച്ചു. "നീ ഇവിടെ എഴുതുന്നത് ഞാൻ വായിക്കാനായി വരും." അവൻ പോയി. ദിവസങ്ങൾ കടന്നു. സ്കൂൾ അതേപോലെ, ബെഞ്ച് അതേപോലെ. പക്ഷെ അവനില്ല. അതിഥി ഇപ്പോഴും എഴുതും. പക്ഷെ ഇപ്പോൾ ഓരോ പേജും ഒറ്റ വാക്കോടെ അവസാനിക്കും. കാത്തിരിക്കുന്നു.
വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സ്കൂൾ പിന്നാമ്പുറത്ത് ഒരാൾ നിൽക്കുന്നു. അതിഥി തല ഉയർത്തി നോക്കി. രാഹുൽ, നീ ഇപ്പോഴും ഇവിടെ എഴുതുന്നുണ്ടോ? അവൻ ചോദിച്ചു. അവൾ നിശബ്ദമായി ഒരു പേജ് തുറന്നു കാണിച്ചു. അതിലെഴുതിയിരുന്നത്, നീ തിരിച്ചു വരുമോ എന്ന് ഞാൻ ഇപ്പോഴും അറിയാമായിരുന്നു. രാഹുൽ ചിരിച്ചു. അപ്പോൾ നിന്റെ കഥ ഞാൻ പൂർത്തിയാക്കാം. ആ ദിവസം സ്കൂളിന്റെ പഴയ ബെഞ്ച് വീണ്ടും സാക്ഷിയായി. ഒരു മൗനത്തിൽ ആരംഭിച്ച പ്രണയം വാക്കുകളായി പൂർത്തിയായി.